നമ്മുടെ ആരിഫ് ഒരു അപ്പിക്കഥ പറയുന്നുണ്ട്. ആരിഫിന്റെ അപ്പിക്കഥ. സോറി, ചിലപ്പോ ഞാൻ പറഞ്ഞത് തെറ്റിദ്ധരിക്കാനിടയുണ്ട്. ആരിഫിന്റെ അപ്പിക്കഥ എന്ന് പറയുമ്പോൾ ആരിഫ് അപ്പിയിടാറുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകും. അതല്ല വിഷയം. ആരിഫിന് മറ്റൊരു അപ്പിക്കഥ പറയാനുണ്ട്. അല്ലാതെ ആരിഫ് അപ്പിയിടലും അപ്പിയിടാതിരിക്കലും നമ്മുടെ വിഷയമേ അല്ല. ആരിഫ് സ്വന്തം യൂട്യൂബ് ചാനലിൽ ഇരുന്നിട്ട് അപ്പിക്കുപ്പായം എന്നൊക്കെ പറഞ്ഞാൽ ഒരു പ്രശ്നമില്ല. അത് അവന്റെ സംസ്കാരം അത്രയേ ഉള്ളൂ. എന്നാൽ ഒരു പബ്ലിക് ചാനലിൽ വന്നിട്ട് അപ്പിക്കുപ്പായം എന്നൊക്കെ പറയാൻ ഒരു ഉളുപ്പും ഈ ചങ്ങായിക്കില്ലേ? ആദ്യമായി മനസ്സിലാക്കേണ്ടത്, ഹിജാബ് എന്ന് പറഞ്ഞാൽ ഫർദ എന്നോ തട്ടമെന്നോ അതിനർത്ഥമില്ല. ഇവനിപ്പോൾ അപ്പിക്കുപ്പായം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നത് ഫർദയെ കുറിച്ചാണ്. ഹിജാബിന് ഫർദ എന്നൊരു അർത്ഥമില്ല. ഹിജാബ് എന്ന് പറഞ്ഞാൽ അന്യ സ്ത്രീ പുരുഷന്മാരുടെ ഇടയിൽ ഒരു മറ വേണം. അത് ഫർദ ഇല്ലെങ്കിലും വേണം. കാരണം ഫർദ എന്ന് പറയുന്ന വസ്ത്രം കണ്ടുപിടിച്ചിട്ട് 100 വർഷം പോലും തികയുന്നില്ല. അപ്പോൾ 1400 വർഷം മുമ്പ് ഈ ഫർദയ്ക്ക് വേണ്ടി ആയത്തിറങ്ങി എന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു പൊട്ടത്തരമാണ്. അപ്പൊ ഹിജാബിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: അന്യ സ്ത്രീ പുരുഷന്മാരുടെ ഇടയിൽ ഒരു മറ വേണം. അത് ഫർദ ഇല്ലെങ്കിലും വേണം, തട്ടമില്ലെങ്കിലും വേണം. അല്ല, അത് യുദ്ധ സന്ദർഭത്തിൽ പറഞ്ഞാൽ ഈ ഹിജാബിന്റെ ഇൻസ്ട്രക്ഷൻസ് ഇസ്ലാമിൽ വന്നതിന് ഒരു സന്ദർഭമുണ്ട്. ആ സന്ദർഭം എന്ന് പറയുന്നത് മുഹമ്മദ് നബിയുടെ ഭാര്യമാർ വെളിക്ക് പോകാൻ നേരത്ത് ആളുകൾ പൂവാലശലിമാരായിട്ട് പിന്നാലെ കൂടിയപ്പോൾ അതീത രക്ഷ നേടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഈ സാധനം. ഇവനെ ഈ പൂവാലന്മാർ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് സ്വഹാബത്താണ്. അങ്ങനെ സ്വഹാബത്തിൽ ഒരു പൂവാലന്മാരായിട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. പ്രത്യേകിച്ച് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ, അവരെ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, സ്വന്തം ഉമ്മയുടെ സ്ഥാനത്തായിട്ടാണ് എല്ലാ വിശ്വാസികളും, പ്രത്യേകിച്ച് സ്വഹാബിമാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരെ കണ്ടിരുന്നത്. മാത്രമല്ല, അവർ നല്ല ഭാര്യമാരെ കല്യാണം കഴിച്ച് നല്ല കുടുംബജീവിതം നയിച്ച് ആ കുടുംബജീവിതം ലോകത്തുള്ള മുസ്ലിങ്ങൾ ഇന്നും മഹിമ പറയുകയും അതിനെ ഫോളോ ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതേ സ്ഥാനത്ത് 1 കെട്ടി 2 കെട്ടി 3 കെട്ടി കെട്ടിയ പെണ്ണുങ്ങളെല്ലാം തന്നെ ഇട്ടെറിഞ്ഞു പോയി. അങ്ങനെ ഭാര്യമാരെ കിട്ടാതെ അല്ലെങ്കിൽ പാർട്ണറെ കിട്ടാതെ മുട്ടി നിൽക്കുന്ന ആരിഫിനെ പോലത്തെ ആളുകൾ ആരെങ്കിലും ഏതെങ്കിലും പെണ്ണ് ടോയ്ലറ്റിലേക്ക് പോകുമ്പോൾ ഒളിഞ്ഞു നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനിപ്പോ സ്വഹാബിമാരും പ്രവാചകന്റെ ഭാര്യമാരും എന്ത് ചെയ്യാനാണ്? ഈ ഖുറാനിന്റെ ആയത്ത് ഇറങ്ങിയ സന്ദർഭം ഞാൻ വായിച്ചു തരാം. സഹീഹ് ബുഖാരി വോളിയം 1 പുസ്തകം 4 ഹദീസ് നമ്പർ 148. അതിന് മലയാളം ഞാൻ വായിക്കാം. ആയിഷ നിവേദനം ചെയ്യുന്നു, പ്രവാചകന്റെ പത്നിമാർ രാത്രിയിൽ അപ്പിയിടാൻ പോകുന്ന സമയത്ത് എല്ലായിടത്തും ഇവന്റെ സംസ്കാരം ഇതായിരിക്കും. ഇവൻക്ക് മുട്ടുന്ന സമയത്ത് ഇവന്റെ കൂട്ടുകാരോട് പറയുമായിരിക്കും, മക്കളെ ഞാനൊന്ന് അപ്പിയിട്ടിട്ട് വരാം. അപ്രകാരം ഇവന്റെ ഏതെങ്കിലും കൂട്ടുകാരന്മാർ ടോയ്ലറ്റിൽ നിന്ന് വരുന്ന സമയം, എടാ നീ എവിടെയായിരുന്നു, നീ അപ്പിയിടാൻ പോയതായിരുന്നോ എന്നായിരിക്കും ഇവൻ ചോദിക്കുക. ഒരു രാത്രി പ്രവാചകന്റെ ഭാര്യമാരിൽ കുറയണുണ്ടല്ലോ, അതിൽ സൗദ അപ്പിയിടാൻ പോയപ്പോ ആ സമയത്ത് ഉമർ അതിലെ നടന്നു പോകുന്നു. എവിടെയാണ് ആരിഫെ ഈ പറഞ്ഞ ഹദീസിൽ ഉമർ റളിയല്ലാഹു അൻഹു അതിലൂടെ നടന്നു പോവുകയായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത്? അതൊന്ന് കാണിച്ചു തരുമോ? ഹിജാബിന്റെ ആയത്ത് പല തവണ ഇസ്ലാമിൽ ഇറങ്ങിയിട്ടുണ്ട്. ഈ പറയുന്ന സന്ദർഭത്തിൽ ഇറങ്ങിയിട്ടുള്ള ആയത്ത് 2ാം തവണയാണ് ഇറങ്ങിയിട്ടുള്ളത്. എന്നാൽ ആദ്യ തവണ ഇറങ്ങാനുള്ള കാരണം ഇതല്ല. കാരണം ഇതേ സംഭവം തന്നെ മറ്റൊരു ഹദീസിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്: ബഅദമാ ദുരിബ അലൈഹൽ ഹിജാബ്. സൗദാ ബീവി ഈ പറയുന്ന ആവശ്യത്തിന് വേണ്ടി പുറപ്പെട്ടത് ഹിജാബിന്റെ ആയത്ത് ഇറങ്ങിയതിന് ശേഷമാണ്. അപ്പൊ ഇതിന്റെ മുന്നേ തന്നെ ഹിജാബിന്റെ ആയത്ത് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ അപ്പിക്കുപ്പായം എന്ന് പറയാൻ പറ്റൂലല്ലോ. കാരണം പിന്നെ ആദ്യത്തെ ആയത്തിന് എന്താണ് വിളിക്കുക? അവിടെ അപ്പിയില്ലല്ലോ. ഈ പറയുന്ന സൗദയെ കണ്ടു. സൗദയെ കണ്ടപ്പോൾ ഉമർ കൂക്കി വിളിച്ച് പറഞ്ഞു, ഓ സൗദ, അന്നെ നമ്മൾ കണ്ടിരിക്കട്ടോ എന്ന് പറഞ്ഞപ്പോ പോയതെന്തിനാ? ഒളിഞ്ഞു നോക്കാൻ വേണ്ടി. ഒളിഞ്ഞു നോക്കാൻ പോയിട്ട് ലോകത്ത് ഇന്ന് വരെ ഏതെങ്കിലും ഒരു മനുഷ്യൻ അവിടെ കണ്ട സ്ത്രീയെ ഒളിഞ്ഞു നോക്കുന്ന ഇടയിൽ താത്ത നിങ്ങളെ ഞാൻ കണ്ടിട്ടോ എന്ന് പറഞ്ഞ ചരിത്രം ഉണ്ടാവും. ഇവൻക്കുണ്ടായിട്ടുണ്ടാകും. കേട്ടില്ലേ അവിടുന്ന് അബ്ദുള്ള പറയുന്നത് 3 കെട്ടി 3 കെട്ടി അന്നെ നമ്മൾ കണ്ടിരിക്കട്ടോ എന്ന് പറഞ്ഞപ്പോ ആ സമയത്ത് അടുത്ത ദിവസം സൗദ പോയിട്ട് മുഹമ്മദ് നബിയുടെ അടുത്ത് പറയാണ്, നിങ്ങളെ ഇവൻ 3 കെട്ടി 3 ഇവനെ ഇട്ടേച്ച് പോയി. ഇവൻക്ക് മുട്ടലുണ്ടാകും. ഇവൻ ഒളിഞ്ഞു നോക്കാൻ പോയിട്ടുണ്ടാകും. ഒളിഞ്ഞു നോക്കുന്ന സമയത്ത് ഇവൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടാകും, താത്ത നിങ്ങളെ ഞാൻ കണ്ടിട്ടോ എന്ന്. ആ സമയത്ത് അടുത്ത ദിവസം സൗദ പോയിട്ട് മുഹമ്മദ് നബിയുടെ അടുത്ത് പറയാണ്, നിങ്ങളെ കൂടെ ഉമർ എന്നെ ഒളിഞ്ഞു നോക്കി അപ്പിടാൻ പോയപ്പോ എന്ന് പറഞ്ഞപ്പോ അടുത്ത ദിവസത്തെ ആയത്തിറങ്ങി. ഇതാണ് ഇവൻ ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പച്ചക്കള്ളം. പച്ചക്കള്ളം എന്ന് പറഞ്ഞാൽ വളരെ വലിയ പച്ചക്കള്ളം. നാറി എന്നാണ് ഇവനെ വിളിക്കേണ്ടത് ഈ വിഷയത്തിലൊക്കെ. പക്ഷേ ഒരു മാന്യത ഉണ്ടായതുകൊണ്ട് ഞാനത് വിളിക്കുന്നില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. സ്വഹാബത്തിനെ പറ്റി ഒളിഞ്ഞു നോക്കിയവർ എന്ന് ഇവൻ കള്ളം പ്രചരിപ്പിച്ച് ആ കള്ളം ഏറ്റെടുക്കുക ആര്? സംഘികളും ക്രിസ്തംഘികളും യുക്തിവാദികളും. എന്താണ് സത്യാവസ്ഥ എന്ന് പോലും അവർ മനസ്സിലാക്കുന്നില്ല. ആരിഫിനെ ഞാൻ വെല്ലുവിളിക്കാം. ആരിഫിന്റെ ഈ കള്ളം ഏറ്റെടുത്തിട്ട് അതിന്റെ പേരിൽ വീഡിയോ ഉണ്ടാക്കി പ്രചരിപ്പിക്കുന്ന മുഴുവൻ ആളുകളെയും ഞാൻ വെല്ലുവിളിക്കാം. ഈ ഹദീസിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഹദീസിൽ നിന്നോ ഉമർ റളിയല്ലാഹു അൻഹുവോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്വഹാബിയോ ഒളിഞ്ഞു നോക്കി എന്ന് പറയുന്ന ഒരു വരി കാണിച്ചു തരാൻ നിങ്ങൾക്ക് കഴിയുമോ? ഒരൊറ്റ കഷ്ണം. എന്താണ് ആ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്? വകാന അസ്വാജുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്റുജന ലൈലൻ ഇലാ ലൈലിൻ ഖിബലൽ മനാസിഅ. മനാസിഅ എന്ന് പറയുന്ന ഭാഗത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ അവരുടെ പ്രാഥമിക ആവശ്യത്തിന് വേണ്ടി പോകാറുണ്ടായിരുന്നു. കാരണം ഇന്നത്തെ പോലെ വീടിന്റെ അടുത്ത് ടോയ്ലറ്റ് സംവിധാനം അന്നില്ല. അത് നമ്മുടെ നാട്ടിൽ പോലും വന്നിട്ട് വളരെ കുറച്ചായിട്ടുള്ളൂ. ഇന്നും ഉത്തരേന്ത്യൻ ഭാഗങ്ങളിൽ പല ദേശങ്ങളിലും ഈ പറയുന്ന സംവിധാനമില്ല. അവിടെയും അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ പോയതുപോലെ ഒഴിഞ്ഞ സ്ഥലത്തേക്കാണ് ഇന്നും ഉത്തരേന്ത്യയിൽ പോലും പല നാടുകളിൽ സ്ത്രീകൾ അവരുടെ പ്രാഥമിക ആവശ്യത്തിന് വേണ്ടി പോകുന്നത്. എന്നിട്ടോ ഖറജത്ത് സൗദാ ബീവി റളിയല്ലാഹു അൻഹു. സൗദാ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഉമ്മയുടെ സ്ഥാനത്ത് കാണുന്ന വ്യക്തിയാണ്. ആ സൗദാ ബീവി ആ സമയം പുറപ്പെട്ടു. വകാനത്ത് ഇംറഅതൻ തവീല. സൗദാ ബീവി കുറച്ച് ഉയരമുള്ള ആളായിരുന്നു. ഫറആഹാ ഉമറു. ഉമർ റളിയല്ലാഹു അൻഹു അവരെ കണ്ടു. വഹുവ ഫിൽ മജ്ലിസ്. എവിടെയാണ് ഉമർ റളിയല്ലാഹു അൻഹു ഉള്ളത്? ഈ ഭാഗമാണ് ആരിഫിനെ പോലത്തെ സംഘികൾ കട്ട് ചെയ്യുന്നത്. വഹുവ ഫിൽ മജ്ലിസ്.
ഉമർ റളിയല്ലാഹു അൻഹു ജനങ്ങളുമായിട്ട് കൂടിയിരിക്കുന്ന സ്ഥലത്തായിരുന്നു. എന്താ മജ്‌ലിസിന്റെ അർത്ഥം? നോക്ക്, ജനങ്ങൾ കൂടിയിരിക്കുന്ന സ്ഥലം. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു എവിടെയുള്ളത്? ഒളിഞ്ഞു നോക്കാൻ വേണ്ടി അവരുടെ ഈ പറയപ്പെട്ട സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അല്ല, ഹി വാസ് ഇൻ എ ഗാദറിംഗ്. ഉമർ റളിയല്ലാഹു അൻഹു തന്റെ കൂട്ടാളികളുമായി കൂടിയിരിക്കുകയാണ്. ആ സമയത്ത് സൗദാ ബീവി ഈ ആവശ്യത്തിനും വേണ്ടി അതിലൂടെ പോവുകയാണ്. അപ്പൊ ആരാണ് അതിലൂടെ പോയത്? സൗദാ ബീവിയാ പോയത്, ഉമർ റളിയല്ലാഹു അൻഹു അല്ല. അപ്പൊ സൗദാ ബീവി കുറച്ച് ഉയരമുള്ള ആളാണ്. ഉമർ റളിയല്ലാഹു അൻഹു അത് കണ്ടു. സ്വാഭാവികം. അല്ലാതെ ഒളിഞ്ഞു നോക്കുന്ന സ്ഥലത്ത് ഇതിനാ കുറച്ച് ഉയരമുള്ള ആളെന്നൊക്കെ പറയേണ്ട ആവശ്യം? അവിടെ പോയാൽ എല്ലാവരും സെയിം അല്ലേ, ഡയറക്റ്റ് കാണില്ലേ? അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു കാണുന്നു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു തന്റെ കൂട്ടാളികളുമായിട്ട് അവിടെ മജ്‌ലിസിലിരിക്കുകയാണ്, ജനങ്ങൾ സംസാരിക്കുന്ന ഇടം. ആ സമയത്ത് തങ്ങളുടെ മുന്നിലൂടെ സൗദാ ബീവി പോവുകയാണ്. എവിടേക്ക്? ഈ പറഞ്ഞിടത്തേക്ക്. സൗദാ ബീവി കുറച്ച് ഉയരമുള്ള ആളായതുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹുവിന് ഒരു ആഗ്രഹമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ ലോകത്തുള്ള വിശ്വാസികളുടെ ഉമ്മയാണ്. അവർക്ക് ഉമ്മാന്റെ സ്ഥാനമുണ്ട്. അവർ സാദാ പോലെ ഇങ്ങനെ ജനങ്ങളെ ഇടയിലൂടെ നടന്നാൽ പോരാ. ഈ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉമർ റളിയല്ലാഹു അൻഹു പല തവണ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് കാര്യമാക്കിയില്ല. ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായപ്പോ സൗദാ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് പറഞ്ഞു, ഞാനിങ്ങനെ പോകുന്ന സമയം അവിടെ മജ്‌ലിസിൽ ആളുകളുമായിട്ട് ഉമർ റളിയല്ലാഹു അൻഹു സംസാരിച്ചിരിക്കുകയാണ്. ഞാൻ കുറച്ച് ഉയരമുള്ള ആളായതുകൊണ്ട് എന്നെ ഉമർ റളിയല്ലാഹു അൻഹു കണ്ടു. അപ്പോൾ എന്നോട് പറഞ്ഞു, സൗദാ, എനിക്ക് നിന്നെ മനസ്സിലായിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹു മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യം ഓർക്കുകയാണ്. നിങ്ങളുടെ ഭാര്യമാർ നബിയെ മുഅ്മിനീങ്ങളുടെ ഉമ്മമാരാണ്. അവർ സാദാ പോലെ ഇങ്ങനെ നടന്നാ പോരാ, അവർക്ക് കുറച്ച് പ്രൈവസി വേണം. ആ സമയത്താണ് ഈ പറയുന്ന ഹിജാബിന്റെ ആയത്ത് ഇറങ്ങുന്നത്. ഇതാണ് ഇവിടെ സംഭവം. ഈ സംഭവത്തെയാണ് ആ ഹദീസിലെ ഒരു വാക്കിൽ പോലും ഇല്ലാത്ത അർത്ഥം വെച്ച് ഒളിഞ്ഞു നോക്കി പൂവാലന്മാരായി പോയി എന്നൊക്കെ പറയുന്ന വളരെ മോശമായിട്ടുള്ള വാക്കുകൾ വെച്ച് ഇവനെ പോലോത്ത നികൃഷ്ട ജീവികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന ആയത്തിന്റെ അവതരണ പശ്ചാത്തലം എന്ന് വെച്ചാൽ നിങ്ങൾ ഈ പറയുന്ന സാഹചര്യം എന്താ? കക്കൂസ് ഇല്ലാത്ത നാടുകളിൽ നടക്കുന്ന കാര്യമാണ്. അപ്പൊ നല്ലൊരു കക്കൂസ് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഹിജാബ് ഉണ്ടാകില്ല. എന്റെ പൊന്നബ്ദുക്ക, നിങ്ങൾ അത് മനസ്സിലാക്കുക. അപ്പൊ എന്ന് വെച്ചാൽ അന്ന് ശരിയായ രീതിയിൽ ഒരു ശൗചാലയം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഹിജാബ് ഉണ്ടാവില്ലായിരുന്നു. അപ്പൊ ഇന്ന് അങ്ങനെയാണെങ്കിൽ ആദ്യം ഇറങ്ങിയിട്ടുള്ള ഹിജാബിന്റെ ആയത്തോ ഇതേ സംഭവം മറ്റൊരു ഹദീസിൽ വ്യക്തമായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ബഅദമാ ദുരിബ അലൈഹൽ ഹിജാബ്. ഈ സൗദാ ബീവിയെ പോലോത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുടെ മേലിൽ ഹിജാബിന്റെ ആയത്ത് ഇറങ്ങിയതിന് ശേഷമാണ് ഈ പറഞ്ഞ സംഭവം ഉണ്ടാകുന്നത്. ഏത്? സൗദാ ബീവി പോകുന്നു, ഉമർ റളിയല്ലാഹു അൻഹു അത് കാണുന്നു. അപ്പോഴോ അതുകൊണ്ട് ആരിഫെ അത് നല്ലൊരു ടോയ്ലറ്റ് ഉണ്ടാകുമായിരുന്നെങ്കിൽ ഹിജാബിന്റെ ആയത്ത് ഇറങ്ങുമായിരുന്നില്ല എന്നൊക്കെ നിനക്ക് ഈ വിഷയത്തിൽ ഒരു അറിവുമില്ലാത്തത് കൊണ്ടാണ്. കാരണം അതിന്റെ മുന്നേ തന്നെ ഹിജാബിന്റെ ആയത്ത് ഇറങ്ങിയിട്ടുണ്ട്. പല തവണകളിലായിട്ട് ഹിജാബിന്റെ ആയത്ത് ഇറങ്ങിയിട്ടുണ്ട്. അതിൽ ഒരു തവണ മാത്രമാണ് ഈ പറഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹിജാബിന്റെ ആയത്ത് ഇറങ്ങിയത്. സോ ഹിജാബിന്റെ ആയത്തിന്റെ മാനദണ്ഡം എന്നുള്ളത് ടോയ്ലറ്റിലേക്ക് പോകലോ ടോയ്ലറ്റിലേക്ക് പോകാതിരിക്കലോ അല്ല. അതിന്റെ മാനദണ്ഡം അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ഒരു മറ വേണം എന്നുള്ളതാണ്. ആ അടിസ്ഥാനത്തിലാണ് ഹിജാബിന്റെ ആയത്തുകളെല്ലാം ഇറങ്ങിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. അല്ലാതെ ഹിജാബിന്റെ ആയത്തും ടോയ്ലറ്റും തമ്മിൽ നീ പറഞ്ഞതുപോലെ അപ്പിയും തമ്മിൽ ഒരു ബന്ധവുമില്ല.